ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് ഒരു ആവോലി കറിയാണ്. തനി നാടൻ സ്റ്റൈലിൽ തേങ്ങയ്ക്ക് വറുത്തരച്ച് വെച്ച നല്ലൊരു ആവോലി കറിയാണ് കേട്ടോ. അതിനുവേണ്ടി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ ഇട്ടിട്ട് അതൊന്ന് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് പച്ചമല്ലിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂൺ പച്ചമല്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു 8-10 ഉണക്കൽ മുളകും ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് വറുത്തെടുത്തിട്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം കുറച്ച് തേങ്ങ, ഒരു അരമുറി തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി തേങ്ങ ഒന്ന് നല്ല വറുത്തെടുക്കുക. അപ്പോഴേക്കും കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ കറിയിലേക്ക് വേണ്ടിയിട്ട്. ഇനി ആ തേങ്ങയുടെ കൂടെ തന്നെ ഒരു 5-6 ചെറിയ ഉള്ളിയും 1/2 ടീസ്പൂൺ പെരുംജീരകവും കൂട്ടിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലൊന്ന് അരച്ചെടുക്കട്ടോ. നല്ല ഇതുപോലെ അരഞ്ഞ് കിട്ടണം. ഇനി ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ഉലുവ, കുറച്ച് കറിവേപ്പില ഇവയൊക്കെ ഇട്ട് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഒരു 8-10 ചെറിയ ഉള്ളിയും ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചെറുതായി അരിഞ്ഞതും ഒരു 5-6 പച്ചമുളക് ചെറുതായി അരിഞ്ഞതുമാണ്. അത് എണ്ണയിൽ ഇട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 തക്കാളിയും ചെറുതായി കട്ട് ചെയ്തതാണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതൊക്കെ ഒന്ന് നല്ലൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ എല്ലാം നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് പുളി ചേർക്കണം. പുളിയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച അരപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കഴുകി വെച്ച ആവോലി കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം നല്ലൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 15 മിനിറ്റ് വേവിക്കുമ്പോഴേക്കും നമ്മളെ കറി റെഡി ആയിട്ടുണ്ടാവും. ഇപ്പോൾ ദാ കറിയെല്ലാം നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം കേട്ടോ. താങ്ക് യു.